ഫ്രണ്ട്സ്, വെൽക്കം ടു കൺസ്ട്രക്ട് പോസ്റ്റ് ബില്ലിങ്സ്. നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂടൂത്ത് പ്രിൻ്ററിൽ നിന്ന് എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ നോക്കാം. നമുക്ക് അഡ്രസ്സ്, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട്, ഫോട്ടോസ് ഒക്കെ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്പ്, ഫ്രീ ആപ്പ് വരുന്നുണ്ട്. പെയ്ഡ് വെർഷനുണ്ട്, ഫ്രീ വെർഷനുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് റോബേറ്റി എന്നാണ്. ഓക്കെ, ജസ്റ്റ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്കിവിടെ റോബേറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. സെലക്ട് ചെയ്യാം. അതിൽ നമുക്കൊരു പ്രിൻ്റർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള പ്രിൻ്ററാണ് എന്നുണ്ടെങ്കിൽ പ്രിൻ്റർ ഓൺ ചെയ്യാം, സ്വിച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ ആ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് പ്രസ് ആൻഡ് ഹോൾഡ്, എന്നിട്ട് അതിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രിൻ്ററിൻ്റെ പേരോടെ കാണിക്കും. പേര് സെലക്ട് ചെയ്യുക. ഓരോ പ്രിൻ്ററും ഓരോ പേരായിരിക്കും, വ്യത്യസ്ത പാസ്വേഡ് ആയിരിക്കും. പാസ്വേഡ് ഈ ഡിവൈസിൻ്റെ പാസ്വേഡ് വരും 40000000 4 ടൈംസ്. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം. പെയറിങ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സേവ്ഡ്, അതായത് പ്രിൻ്ററും നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ റോബേറ്റി ആപ്ലിക്കേഷൻ ഏതാണോ ആ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ റോബേറ്റി ഓപ്പൺ ചെയ്യാം. ആൾറെഡി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആഡ് പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ ബ്ലൂടൂത്ത് പ്രിൻ്ററാണ് കണക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യാം. പ്രിൻ്റർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യണം, സെലക്ട് ചെയ്യാം. അപ്പോൾ ആൾറെഡി പെയർ ചെയ്തതാണ്, ഡിവൈസുമായി പെയർ ചെയ്തിട്ടുള്ളൂ. ഇനി ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. പ്രിൻ്റർ 001 എന്നാണ് നമ്മൾ ആ പ്രിൻ്ററിൻ്റെ പേര് വരുന്നത്. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രിൻ്റർ പേപ്പർ ഫീഡായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇറ്റ്സ് വർക്ക് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ആഡ് പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പ്രിൻ്റർ കണക്റ്റ് ആയി. ഇനി പ്രിൻ്ററിൻ്റെ സെറ്റിങ്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിൻ്ററിൻ്റെ മെയിനായിട്ട് പ്രിൻ്ററിൻ്റെ പേപ്പർ വിഡ്ത്താണ്. പേപ്പർ വിഡ്ത്ത് 3 ഇഞ്ച് സൈസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ആപ്ലിക്കേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഒരു കാൽക്കുലേറ്ററിൻ്റെ ലോഗോ പോലെ കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച്, 3 ഇഞ്ച് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു സൈസിൽ അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു അലൈൻമെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്ത് മോർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ ഓട്ടോ കട്ടർ, ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന പ്രിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പർ കട്ട് എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് നോട്ട് സപ്പോർട്ടഡ് എന്നതിന് താഴെയുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ബാക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രിൻ്റർ 001 എന്നത് ഡീഫോൾട്ട് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ ഈ ടിക്ക് കാണാൻ സാധിക്കും. ഈ ടിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിൻ്റർ പിന്നെ പ്രിൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ഡീഫോൾട്ട് എന്നുള്ളത് ഓൺ ആയിരിക്കണം. ഇനി റിവൈസ്. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷനിൽ എല്ലാ സെറ്റിങ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ മിനിമൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് പ്രിൻ്റ് എടുക്കേണ്ടത് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡോട്ടിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഷെയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പോയിട്ട് റോബേറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. റോബേറ്റി സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കാം. നമ്മുടെ സ്ക്രീൻഷോട്ട് പ്രിൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളെ ഗാലറിയിലുള്ള എന്തും നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇനി നമുക്ക് വാട്സപ്പിൽ വന്ന ഒരു അഡ്രസ്സ് എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ നോക്കാം. ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമുക്കൊരു അഡ്രസ്സ് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി എടുക്കുന്നു. ഓക്കെ, കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ റോബേറ്റി ആപ്ലിക്കേഷൻ തുറക്കുന്നു. ഇനി അതിൽ ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സെലക്ട് ചെയ്യാം. ഇത് നമ്മളിവിടെ ഇൻപുട്ട് ടെക്സ്റ്റ് എന്നുള്ളത് പേസ്റ്റ് ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വരും. അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ ഈ താഴോട്ട് എൻ്റർ അടിക്കുക. ഒരു 5 പ്രാവശ്യം എൻ്റർ അടിക്കണമെങ്കിൽ പേപ്പർ കയറിയിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാം.
എന്നിട്ട് ഈ 4 ചെക്ക് ബോക്സും ടിക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ശേഷം ജസ്റ്റ് പ്രിൻ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രിൻ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും.